നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷനുമില്ല. കേരളം എന്തുണ്ടായെന്ന് എനിക്കറിയോ? വ്ളോഗർ തിരി കേരളം എന്തുണ്ടായെന്ന് പറയൂ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. +2 തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകണമെന്ന് കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ഓണായി. അപ്പോൾ വാഗമണ്ണാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന റൂട്ട് വാഴച്ചാൽ അതിരപ്പള്ളി റൂട്ടാണ്. അപ്പോൾ ആ വഴിക്ക് നമ്മൾ പോകാമെന്നുള്ളത് നമ്മുടെ മെയിൻ പ്ലാനായിരുന്നു. കാരണം കുറേ ഗ്രീനറി ഒക്കെ കാണാം, അതൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്നുള്ള പ്ലാനിലാണ് ആ വഴി തിരഞ്ഞെടുത്തത്. നമ്മൾ പോകുന്ന വഴിക്കൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫോറസ്റ്റാണ്, കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മലകൾ കയറി കുറുനരി ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളും. പിന്നെ ഞാൻ ഇവരെ കണ്ടിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ നമുക്ക് അത്രയും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത്. ഇവിടെ വേറെ കടകളൊന്നുമില്ല. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ കടകൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറയാം, കഷ്ടപ്പെട്ട് ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങളെ നിങ്ങളെ പോലുള്ള പ്രവാസികൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കേരളത്തിൽ അതിനുള്ള നികുതി വരുമാനം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ കേരളത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവന് ആ പാർട്ടിയാണ്, അവൻ അങ്ങനെ പറയൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്ക് പാർട്ടിയില്ല, ഓന്റെ പാർട്ടിനെയല്ലേ സപ്പോർട്ട് ചെയ്ത് പറയുള്ളൂ. എനിക്ക് പാർട്ടിയില്ല, ഇവന് പാർട്ടി. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷനുമില്ല. ചേട്ടൻ എന്താ പറയാള്? ഇനെന്താ പറയണേ? നീ എവിടെ വന്ന മരഭൂതമേ? വളരെ മോശം. ഓക്കെ ശരി. കേരളം എന്തുണ്ടായെന്ന് എനിക്കറിയോ? വ്ളോഗർ തിരി കേരളം എന്തുണ്ടായെന്ന് പറയൂ. ഇനി ഇവിടെ നിന്ന് വാഗമണിലേക്ക് 24.2 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം റീച്ച് ആവാറായിട്ടുണ്ട്. കുറച്ച് കൂടി കഴിഞ്ഞാൽ കുറച്ച് കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാനൊക്കെ തോന്നി. 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഇങ്ങനെ പതുക്കെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ നമ്മുടെ. അപ്പോൾ ദേ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നല്ല വലിയൊരു കൊക്കയാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊരു അടിപൊളി പിക്ചറായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് പിൻ ചെയ്യാം ഫോട്ടോസ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 6:30 6 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത് കേട്ടോ. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി അഡ്വഞ്ചറായിരുന്നു ഇവിടെ ഫസ്റ്റ് നടന്നത്. നമ്മൾ കാർ ഇറക്കാൻ കുറച്ച് പാടായിരുന്നു. കാരണം നല്ലൊരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വന്നിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത് കേട്ടോ. നമ്മളൊരു 3 ഹട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. വണ്ടി പകുതി ദൂരെ വരും, പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കണം. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ റിസോർട്ടിലേക്ക് കയറി. 3 ഹട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റൂമിനകത്തേക്ക് കയറുന്നു. അയ്യോ, ഇവിടെയാണല്ലോ ഇത്.
യെസ്, വാവ്, കൊള്ളാം. ഇത് നമ്മുടെ റൂം. രണ്ടെണ്ണല്ലേ? നല്ല വാഷ്റൂം. ക്ലാസ്സിക്ക് വാ, നമ്മളെ കാണിക്കാം. ഇങ്ങോട്ട് വാ. നീ എടുത്താ? എടുത്തില്ല. ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ഇതായിരിക്കും. ഇനി നമുക്ക് പുറത്തേക്ക് വരാം. അങ്ങനെ പൂളിലെ കളികളൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ കുറേ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ എവിടെയാണ് വന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയലാണ് മെയിൻ. അതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണം. അടിപൊളി ഫീലാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത വീഡിയോസിലാണ് വാഗമൺ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ബൈ.